ഗോവയിൽ ബീച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇൻട്രോയിൽ കണ്ടതിനേക്കാളും ടോട്ടൽ ഡിഫറെൻ്റ് ആണ് ഇത്. ഞാൻ വീഡിയോ എടുത്ത പോലും ആദ്യം ശ്രദ്ധിച്ചില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. കുറേ ട്രാവൽ ചെയ്ത് അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. പല്ലുപോലും തേച്ചില്ല. അങ്ങനെ പിന്നെ ഒരു പമ്പിൽ നിർത്തി. പിന്നെ ബാഗിൽ നിന്ന് പോയി ബ്രഷൊക്കെ എടുത്തു. പിന്നെ അടുത്ത് പല്ലൊക്കെ തേച്ച് സെറ്റായി. വീണ്ടും കുറേ നേരം ട്രാവൽ ഉണ്ടായിരുന്നു. 12 മണിയൊക്കെ അടുപ്പിച്ചാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ പൂരിയും നൂഡിൽസൊക്കെ ഉണ്ടായിരുന്നു. ഈ നൂഡിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വന്നു. അതിന് ശേഷം നമ്മൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിലായിരുന്നു ഈ ഒരു കട. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണ്ടേ. അങ്ങനെ ഞാൻ പിന്നെ ഒരു സ്പ്രൈറ്റ് വാങ്ങി. അതിനുശേഷം നമ്മൾ റിസോർട്ടിലോട്ട് എത്തി. പിന്നെ ഓരോരുത്തർക്ക് റൂമൊക്കെ സെറ്റായി. നമ്മൾ പിന്നെ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അറിയാത്ത പോലെ കയറി വരികയാണ്. കുട്ടി അഭിനയിക്കുകയാണ് ഗൈസ്. അതിനെല്ലാവരും പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് 4 പേർക്കും കിട്ടിയ റൂം ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്നു. അപ്പോൾ ആദ്യം ഇത് നമുക്ക് അവിടെ ID പ്രൂഫ് കൊടുക്കേണ്ടി കൊടുത്ത് അതിന് മാത്രം ഒരു അവന് സേവ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതിടാൻ വേണ്ടി മാത്രം അവൻ്റെ ID കാർഡ്. അതിനുശേഷം ഇതാണ് നമ്മുടെ റൂം. നമ്മൾ പിന്നെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് പിന്നെ റെഡിയായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിന്നു. അപ്പോഴത്തേക്ക് ഇത് കുറച്ചൊരു വെള്ളം പിന്നെ വെള്ളത്തിൽ കിടന്നവരെ കരയിലൊക്കെ കയറ്റിയിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതൊരു 3 മണിയൊക്കെ ആയി കേട്ടോ ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ആദ്യം ചിക്കൻ തന്നു. അതിന് ശേഷം റൈസ് ഇട്ടു. റൈസ് കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്തായാലും കുറച്ചേ കഴിച്ചുള്ളൂ. കാരണം എനിക്ക് എന്തോ റൈസൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഫ്രൂട്ട്സൊക്കെയാണ് മെയിൻലി കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ സലാഡൊക്കെ ഉണ്ടായിരുന്നു. സലാഡ്, അച്ചാർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അച്ചാർ കുഴപ്പമില്ല. 2ാമത്തെ ദിവസം എന്തോണ് തന്ന അച്ചാർ ഭയങ്കര ഉപ്പായിരുന്നു. എന്തായാലും അച്ചാർക്ക് കിട്ടി. വീണ്ടും എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് റൂമിൽ ഒന്ന് പൂളിൽ ചാടിയിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവിടെ നിന്നൊരു ഷോർട്ട്സ് വാങ്ങി. ഇത് ഞാൻ ഇടാൻ മറന്നുപോയി ഗൈസ്. തിരിച്ച് അതേപോലെ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുഞ്ഞിക്ക് നീന്താറുണ്ട്. അതാണ് സൈഡിൽ പിടിച്ച് നടക്കുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ. അതിനുശേഷം പിന്നെ പോയി കുളിച്ച് റെഡിയായി തുണിയൊക്കെ നനച്ചിട്ടിട്ട് നമ്മൾ ഗോവ നൈറ്റ് റൈഡിന് ഇറങ്ങി. രാത്രിയായപ്പോൾ നമ്മൾ പുറത്തോട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. എവിടെ വേണോ പോവാം. ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വരാം. പക്ഷേ കുറച്ച് സ്ഥലത്തേ പോയുള്ളൂ. നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുത്തിട്ടാണ് പോയത് കേട്ടോ വണ്ടി. അപ്പോൾ നമ്മൾ പെട്രോളും നമ്മൾ തന്നെ അടിക്കണം. അങ്ങനെ പിന്നെ ഗോവ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ച് പേര് ഒരുമിച്ചാണേ പോയത്. അപ്പോൾ വണ്ടി എടുക്കേണ്ടവർക്ക് നടന്നും പോവാം. പക്ഷേ നടന്നു പോയ എവിടം വരെയാണെന്നൊന്നും അറിഞ്ഞൂടല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ രാത്രി ആണ് മെയിൻലി കറങ്ങാൻ ഇറങ്ങിയത്. നമ്മൾ രാവിലെ ഒന്നും ഇറങ്ങിയില്ല. രാവിലെ ഗോവ അത്ര കൊള്ളില്ല എന്ന് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി സെറ്റാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം കേട്ടപ്പോൾ ഞാൻ വെച്ച് ഗോവ വേണ്ട, എന്തോ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ദെൻ ഈ ഒരു കടയിൽ കയറി കുറേ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു വന്നു കേട്ടോ. നോക്കിയപ്പോൾ അവിടെ ശിവനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രൗണി വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് നിന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗോവയിൽ ബീച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ ഈ അനങ്ങുന്ന പ്രതിമ പോലത്തെ മനുഷ്യൻ. എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പോൾ കടൽ കാണാൻ പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ 2 സൈഡിലും എന്തോ പാർട്ടിയൊക്കെ പോലെ ലൈറ്റൊക്കെ ഇട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ കുറേ പട്ടിയും പശുവും എല്ലാം ഉണ്ട്. ഒന്നും ഇല്ലാതില്ല, എല്ലാം ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ പശുവിൻ്റെ ഒക്കെ അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുത്തു. അതൊന്നും ചെയ്തില്ല കേട്ടോ. മിണ്ടാതെ അവിടെ കിടക്കുന്നത്. ഇത് എവിടുത്തെ പശുവാണോ എന്തോ. ഇങ്ങനെ 2 സൈഡിലും ഉണ്ട്. എവിടെ പോകണമെന്ന് കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഒരിടത്തും ഇപ്പുറത്തെ സൈഡിൽ വലത്തെ സൈഡിൽ മാത്രം പോയി, മറ്റേ സൈഡിൽ ഞാൻ പോയില്ല. ഇനി എന്തെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ 2 സൈഡിലും പോകണം. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ വന്നു. പിന്നെ കുറച്ച് നേരം കടലിലൊക്കെ അവിടെ നിന്ന് കളിച്ചു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് രാത്രി കടലിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡിൽ മാത്രമേ വന്നുള്ളൂ. അവിടെ വന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര തിരക്കും അതേപോലെ രാത്രിയൊക്കെ ആയതുകൊണ്ടും പിന്നെ നല്ല താമസിച്ചു. ഒരു 12 മണി എന്തോ അടുപ്പിച്ചായെന്ന് തോന്നുന്നു ഇത് ടൈം. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് പോയി. അതെങ്ങനെയെങ്കിലും വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ പോകാനും മനസ്സില്ല. കാരണം അല്ലാതെ നമുക്ക് ഇന്നൊന്നും പറ്റൂലല്ലോ. പിന്നെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് പിന്നെ ഫോട്ടോ എടുക്കണ്ട, ചുമ്മാ കുറച്ച് നേരം അവിടെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. പക്ഷെ ഫുള്ള് ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട പോവാം. പിന്നെ വീണ്ടും അവിടെ തന്നെ നിന്ന് ഭയങ്കര 2 മനസ്സൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടി നടന്നപ്പോൾ ഇത് തന്നെ ഫുൾ ഇതാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നല്ല പൈസയൊക്കെ കൊണ്ടുപോയാൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചെന്നാൽ നല്ല രസമായിരിക്കും. പിന്നെ നമ്മളൊരു സർബത്തൊക്കെ കുടിച്ചിട്ട്, സോഡ വെള്ളം. പിന്നെ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നു. ആ ടൈമിൽ അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി.
സംഭവം റെസ്റ്റോറൻ്റ് അല്ല, റിസോർട്ടാണ്, പക്ഷേ മാറിപ്പോയി, സോറി. അങ്ങനെ പിന്നെ ഫുഡ് നമുക്ക് എന്തോ ഒരു റൈസും ചപ്പാത്തിയായിരുന്നു കേട്ടോ. ചപ്പാത്തി അവൻ എടുത്തുകൊണ്ട് ഞാൻ അവന് കൊടുത്തപ്പോൾ പിടിച്ച് വാങ്ങിച്ച് വെച്ചാണ്. അവൻ്റെ ഇത് വാങ്ങിച്ചു പോയി, പിന്നെ ഞാൻ പിടിച്ച് വാങ്ങിച്ച് വെച്ചു. അങ്ങനെ കുറച്ച് അടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് എനിക്ക് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പോയിട്ട് വീണ്ടും ഒരു തണ്ണിമത്തങ്ങയും പിന്നെ ഗുവയും വാങ്ങിച്ചു. ഗുവ ഞാൻ വാങ്ങിയതാണ്, തണ്ണിമത്തങ്ങ വേറെ ആരോ വാങ്ങിയതാണ്. അതിനുശേഷം ബാഗ ബീച്ചിൽ പോയി. നമ്മൾ ബാഗ ബീച്ച് എന്നും പറഞ്ഞാൽ ഫസ്റ്റ് വേറെ ഏതോ ബീച്ചിൽ പോയി. ഇപ്പോഴാണ് കറക്റ്റ് ബാഗ ബീച്ചിലെത്തിയത്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. നൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരെയൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി, പക്ഷേ അല്ലാതെയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയല്ലോ, ഓക്കെ, ബൈ.